നമസ്കാരം. ഡൽഹി ഇലക്ഷൻ റിസൾട്ട് വന്നു. ഇന്നലെ എനിക്ക് ഡ്യൂട്ടിയുള്ള ഡേ ആയിരുന്നു. അപ്പം ഞാൻ പോയ സമയത്ത് അവിടെ കുറച്ച് പേർ എല്ലാവരും ഇപ്പം കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ സംസാരിച്ചാലും അവർക്ക് ഈ അപ്പം നടക്കുന്ന ഒരു സമകാലികമായ വാർത്തകളെ പറ്റി അവർക്ക് നല്ല ബോധം ഉണ്ടായിരിക്കും. അവർ തങ്ങളിലൊരു സംസാരം ഉണ്ടായിരിക്കും. അവർ നിൽക്കുന്ന സമയത്ത് ഒരുപാട് പേര് പുറത്തുനിന്ന് വന്ന പേഷ്യൻസ് ആവട്ടെ അകത്തുള്ള ആൾക്കാരാവട്ടെ സംസാരിക്കുന്ന പറയുന്നത് ഇപ്രകാരമാണ്. കേജ്രിവാളിനെ പറ്റി എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമാണ്. ഞാൻ പറഞ്ഞതൊക്കെ തന്നെ ഇന്ത്യ സഖ്യത്തിൽ ഇനി ഒരു പ്രധാനമന്ത്രി അവർ വന്നു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു കേജ്രിവാൾ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ പ്രിഫറൻസ് ആണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ ഇന്ത്യയിൽ അങ്ങനെ സംഭവമില്ല. ആൾക്കാരോ കൂടുതൽ സപ്പോർട്ട് വോട്ട് അവരായിരിക്കും നിൽക്കുന്നത്. സോ ഇന്ത്യ സഖ്യത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും കേജ്രിവാൾ പ്രധാനമന്ത്രിയാവുന്നത്. സോ അതൊക്കെ തന്നെയാണ് എല്ലാവരും പറയുന്നത് നാട്ടിൽ. അപ്പോൾ ഇന്നലെ റിസൾട്ട് വന്ന ശേഷം ആ സംസാരമൊക്കെ അങ്ങ് ടോട്ടലി മാറി. കാരണം കേജ്രിവാളിന് ഇപ്പം നല്ലൊരു കറപ്റ്റഡ് ആയിട്ടൊരാളായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഫുൾ കറപ്റ്റഡ് ആയിട്ടുള്ള ആൾ. എന്തായാലും ഒരു കാര്യം പറയാം, ഇന്ത്യ സഖ്യത്തിൽ ഓരോരോ കുറ്റികളായിട്ട് തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. KCR പോയി, ജഗം പോയി, അത് കഴിഞ്ഞ് ഇപ്പം നമ്മുടെ ഹരിയാന പോയി, ഇപ്പം കേജ്രിവാൾ പോയി, അഖിലേഷ് യാദവ് പോയി. ഇനി ഇപ്പം തെറിക്കാൻ പോകുന്ന 2-3 കുറ്റികൾ ഏതൊക്കെയെന്ന് പറയുന്നത്, ഒന്ന് മമതാ ബാനർജി. നമുക്കറിയാം വെസ്റ്റ് ബംഗാളിൽ RJ കാറിലെ ആ ഒരു ഡ്യൂട്ടി ഡോക്ടറിൻ്റെ ഇഷ്യൂ, അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അത് എല്ലാവർക്കും അറിയായിരിക്കും ആ ഒരു കേസ് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അവന് ജീവപര്യന്തം ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് പോരാ. കാരണം ഒരു ഡ്യൂട്ടി ഇരുന്ന ഡോക്ടറിനെ ഇത്രയും ക്രൂരമായി ഉപദ്രവിച്ച് കൊന്നതിന് ഒരു ജീവപര്യന്തം ഒന്നും തികയത്തില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. സോ ആ കേസിൽ അവർക്ക് ഭയങ്കര പങ്കുണ്ട്. അവിടുത്തെ മുഖ്യമന്ത്രി എന്നതിൽ എസ്പെഷ്യലി ഒരു വുമണാണ് അവർ. അപ്പോൾ നല്ല രീതിയിൽ ഒരു മോഡൽ കണക്ക്, ഒരു റോൾ മോഡൽ ടൈപ്പായിട്ട് നല്ലൊരു ശിക്ഷ കൊടുക്കേണ്ട ഒരു കേസായിരുന്നു. അത് അത്ര കൊടുത്തിട്ടില്ല. സോ അത് ഒന്നാമത്തെ കാര്യം. പിന്നെ അവിടെ കറപ്ഷനാണ് ഫുള്ള് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത് വരുന്നത് തമിഴ്നാട്ടിലെ MK സ്റ്റാലിനാണ്. MK സ്റ്റാലിൻ ഇത് കണക്ക് തന്നെയാണ്, നല്ല കറപ്ഷനാണ്. ഒരു ഫാമിലി എന്താ പറയുക, ഒരു ഫാമിലി പൊളിറ്റിക്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഉദയനിധി സ്റ്റാലിൻ വരും. അങ്ങനെ ആ ഒരു ഫാമിലി ടൈപ്പ് ഒരു വാഴ്ചയാണ് ശരിക്കും തമിഴ്നാട്ടിലെന്ന് പറയുന്നത്. സോ അതിലും ഒരു എൻഡ് വരാനുള്ള ചാൻസ് ഉണ്ട് അടുത്ത ഇലക്ഷനിൽ. പിന്നെ അടുത്ത് വരാൻ പോകുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതും ഇതണക്ക് തന്നെയാണ്. ഇന്നലത്തെ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ വന്ന വാക്കും ഇത് തന്നെയാണ്. കേരളത്തിൽ സർവീസ് സംഘടന എന്ന ഒരാൾ ഇന്നലെ സംസാരിച്ചായിരുന്നു. അപ്പോൾ അതിൽ പുള്ളിക്കാരൻ പറഞ്ഞതാണ്, ഇനി ഒരു 5 വർഷം നമുക്ക് ഭരിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, കേരളവും കൂടെ നമുക്ക് പോകും. അപ്പം ഇനി ഒരു 5 വർഷം പ്രതിപക്ഷത്തിരിക്കുന്നതാണ് നല്ലതെന്ന്. അതാണ് പുള്ളിക്കാരൻ്റെ അഭിപ്രായം. ഇനി വേറൊരു പക്ഷത്തിൻ്റെ കോൺഗ്രസിൻ്റെ ആണെങ്കിൽ പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഇനി ഒന്നിച്ച് നിന്നാൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയും. വെച്ചാൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJPയുടെ സഖ്യം അല്ലാത്ത ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട്, അതിപ്പം ഒരു നിയമസഭാ ഇലക്ഷൻ ആണെങ്കിലും ഏത് ഇലക്ഷൻ ആണെങ്കിലും അവർ ഒന്നിച്ച് നിൽക്കുക. തങ്ങൾ നിന്ന് കഴിഞ്ഞാൽ, അടി ഉണ്ടാക്കി നിന്ന് കഴിഞ്ഞാൽ 2 പേർക്ക് നഷ്ടപ്പെടും. ഇപ്പം ഡൽഹിയിൽ കേജ്രിവാളിന് നഷ്ടപ്പെട്ട സീറ്റ്, അല്ലെങ്കിൽ സിസോഡിയയ്ക്ക് നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ അവിടുത്തെ മിക്ക ആൾക്കാർക്ക് നഷ്ടപ്പെട്ടത് ഒരു 3 ഡിജിറ്റിനകത്തുള്ള വോട്ടാണ്. അത്രയും വോട്ട് കോൺഗ്രസ് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ അവർ രണ്ടും ഒന്നിച്ച് നിന്നിരുന്നെങ്കിൽ ഈ പറയുന്ന ആ ഒരു ഇത്രയും വലിയ ഒരു ഡാമേജ് അവിടെ ഡൽഹിക്ക് വരത്തില്ലായിരുന്നു മറ്റ് പാർട്ടികൾക്ക്. സോ അത് വലിയൊരു ഘടകമാണ്. അപ്പം കോൺഗ്രസ് പറയുന്നത് അവരെല്ലാവരും ഒന്നിച്ച് നിൽക്കുകയാണ്. അപ്പോൾ BJPയുടെ ഒരാളത്ത് ഞാൻ സംസാരിക്കുന്ന സമയത്ത് അവിടെ എല്ലാവരും ഉണ്ട് ഇപ്പം കേരളത്തിൽ. എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. ഈ സർവീസ് സംഘടനയുടെ അകത്ത് BJPയുടെ ആൾക്കാർ ഭയങ്കര കുറവാണ്. പക്ഷേ ആ ഒരു തെറ്റിദ്ധാരണ എനിക്ക് ഇന്നലെ മാറി കിട്ടി. അങ്ങനെയൊന്നും അല്ല, നല്ല രീതിയിൽ BJPയുടെ ആൾക്കാരുണ്ട് ഇപ്പം, നല്ല രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. 2 പാർട്ടിയിൽ നിന്ന് ഒരുപാട് പേര് ഇങ്ങോട്ട് കൊഴിഞ്ഞു വരുന്നുണ്ട്. BJPയുടെ കേരളത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് നല്ല നേതാക്കളില്ലാത്തതാണ്. ഈ K സുരേന്ദ്രനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ആരും വോട്ട് കൊടുക്കത്തില്ല. അതിന് നല്ല ആൾക്കാരെ കൊണ്ടുവന്നാലേ ഒക്കത്തുള്ളൂ. പക്ഷേ ഡൽഹി ഇലക്ഷൻ പഠിപ്പിക്കുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. കഴിഞ്ഞ 2020 ഇലക്ഷനിൽ അന്ന് BJP കിട്ടിയത് 8 സീറ്റാണ്, വെറും 8 സീറ്റ്. അന്ന് അവർക്ക് പ്രതിപക്ഷ നേതാവെന്ന് പറയാൻ പോലും ഒരാളില്ലായിരുന്നു. വലിയ ഇഷ്യൂ ആണ്. പക്ഷേ ഇപ്പോഴും അതന്നെ അവസ്ഥ. ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. അതിനിപ്പം യോഗം കൂടി ഇന്ന് അറിയാം എന്തായാലും വൈകുന്നേരത്തിനുള്ളിൽ. സോ ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ KSRTCയിൽ യാത്ര ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് വേറൊരു കാര്യം കേട്ടതാണ്. അത് വളരെ കോമഡിയാണത്. ഇനി 5 വർഷം നമ്മൾ കമ്മ്യൂണിസ്റ്റിന് വോട്ട് കൊടുക്കാതിരുന്ന നമ്മുടെ നാട് വലിയ രീതിയിൽ നശിച്ചു പോകുന്നതാണ് പറയുന്നത്. അത് എങ്ങനെയാണെന്നല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പം ഞാനൊരു മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. നമ്മുടെ PG സ്റ്റൈഫൻഡ് ഏറ്റവും കുറവാണ് ഇന്ത്യയിൽ. ഏറ്റവും വലിയ ഫീസ് പഠിക്കുന്ന ഒരാളാണ് നമ്മളെന്ന് പറയുന്നത്. ഏകദേശം 80,000-അടുത്ത് നമ്മൾ ഫീസ് അടയ്ക്കണം മെഡിക്കൽ PG ചെയ്യുന്ന വിദ്യാർത്ഥി. ആലോചിച്ച് നോക്കണം. വേറെ ഒരു സ്റ്റേറ്റിലും ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ ഇത്ര അടയ്ക്കേണ്ടത്.
നെക്സ്റ്റ് സെക്കൻഡ് ഈ ഗവൺമെന്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് ഇവിടെ സമരം വയ്ക്കാൻ പോകുന്ന ടീമുകളിൽ ഏറ്റവും മുന്തിരിയായിരിക്കും ഇവിടുത്തെ മെഡിക്കൽ PGs അസോസിയേഷൻ, അല്ലെങ്കിൽ അടുത്ത ഡോക്ടേഴ്സ് അസോസിയേഷൻ, ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ആൾക്കാർ, ഹോസ്പിറ്റലിന് ഉപകരണങ്ങൾ കൊടുത്ത ആൾക്കാർ. അങ്ങനെ ഡേ 1 തൊട്ട് ഇവിടെ സമരമായിരിക്കും. 2 ഇവിടെയുള്ള ബാക്കി സർവീസ് സംഘടന, അധ്യാപകരുടെ സംഘടനകൾ, ബാക്കി മെഡിസപ്പിന്റെ ഇഷ്യൂസ്, ഒരുപാട് ഇഷ്യൂസാണ്. പലരും ഈ ഭരിക്കുന്ന പാർട്ടിയുടെ സംഘടനകൾ ആയതുകൊണ്ട് മാത്രം ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ഇപ്പൊ KSRTCയുടെ 22 ജാനുവരി 22 ഒരു പണിമുടക്ക് നടത്തി. ആ പണിമുടക്ക് ബാധിച്ചതേ ഇല്ല. അതിന് അവർ ആൾക്കാരെ വെച്ച് അവർ നല്ല നടത്തി. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം, പറയുന്നത് കോൺഗ്രസിന്റെ ഒരു സംഘടനയായിരുന്നു നടത്തിയതെന്ന് തോന്നുന്നു എനിക്ക്. പക്ഷേ ഒരു തരത്തിലും അത് ജനങ്ങളെ ബാധിച്ചില്ല. പക്ഷെ അതേസമയം ഈ ഭരിക്കുന്ന പാർട്ടികളുടെ ആൾക്കാരാണ് ഇവിടെ സമരം നടത്തുന്നതെങ്കിൽ ടോട്ടലി സ്തംഭിക്കും. ഇനി ഏറ്റവും വലിയ അപകടം വെച്ചാൽ SFI എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചോളാം. ഇപ്പൊ തന്നെ തിരുവനന്തപുരത്ത് അവരുടെ KSU ആയിട്ട് അടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ തിരുവനന്തപുരത്തെ മെയിൻ റോഡ് അവർ ബ്ലോക്ക് ചെയ്തിട്ടു. എവരെങ്ങാനും ഇനി പ്രതിപക്ഷത്തെത്തിയ നെക്സ്റ്റ് ഡേ തൊട്ട് ഇവിടെ സമരങ്ങളായിരിക്കും. എൻ്റെ കുട്ടിക്കാലത്ത് ഞാനൊരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചതാണ് +2 വരെ. അപ്പോൾ ആ സ്കൂളിൽ പഠിച്ചതിൽ എനിക്കൊന്നും, ഞാൻ സ്കൂളിൽ പോവാത്തതിൽ ഏറ്റവും കൂടുതൽ പോവാത്തായിരിക്കും. കാരണം മിക്ക ദിവസം സമരമായിരുന്നു. എൻ്റെ LP UP സമയങ്ങളിലാണെന്ന് അവിടെ എന്തോ ഒരു വലിയ ഇഷ്യൂ ഉണ്ട്. അന്ന് കോൺഗ്രസ് ഭരിക്കുന്ന സമയം, അച്യുതാനന്ദനൊക്കെ ഓപ്പോസിഷനുള്ള സമയം. അപ്പം ഡെയിലി സമരമായിരുന്നു. 2-3 മാസം നമ്മൾ സ്കൂളിൽ പോയിട്ടില്ല. ഒരു ടൈമിൽ സദാം ഹുസൈൻ തൂക്കിയേറ്റ ഒരു ദിവസം ഉണ്ടായിരുന്നു. അന്ന് അവിടെ സമരം വെച്ചു സ്കൂളിൽ. പിന്നെ ഏതോ ഒരു മാഷിനെ വെട്ടി എന്തോ ഒരു അടി കിടന്നെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് കയറി സമരം വെച്ചു. പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ട, എപ്പോഴും സമരമായിരുന്നു. പക്ഷെ ഇപ്പം കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി, കോളേജ് ആവട്ടെ സ്കൂളാവട്ടെ സമരങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. എല്ലാവരും മര്യാദയ്ക്ക് പഠിക്കുന്നുണ്ട്. അവർ വൃത്തിയായിട്ട് പഠിച്ചിറങ്ങി അവർ ഒന്നെങ്കിൽ പുറത്തോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സിലോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ മര്യാദയ്ക്ക് പോകുന്നുണ്ട്. അപ്പം ഈ ഗവൺമെന്റ് തിരിച്ചു വന്നാലുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ SFI പിള്ളേര് നാളെ തൊട്ട് സമരം നടത്തും, കേരളം മുടിയും, എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ തകരാറും. പിന്നെ അടുത്തത് ഡെവലപ്മെന്റ്. നമുക്കറിയാം ഈ NH66 അല്ലെങ്കിൽ ബാക്കി പരിപാടികൾ, വിഴിഞ്ഞം തൊട്ടുള്ള എല്ലാ പരിപാടികളും, ഗെയിൽ പൈപ്പ് ലൈൻ. ഈ ഗെയിൽ പൈപ്പ് ലൈനിന്റെ ഒരു വീഡിയോ ഉണ്ട്. ഞാൻ 2013-ലോ 14-ലോ ആണ് ഞാൻ പോകുന്ന സമയത്ത് ഞാൻ കണ്ട കാഴ്ചയാണ്. ഇതൊരു ബോംബാണ്, ബോംബിന്റെ മണ്ടയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്ത ഒരു ടീമുണ്ട്. ഞാൻ ഇഷ്ടംപോലെ സമരം കണ്ടിട്ടുണ്ട് അവിടെ. ഈ പൈപ്പ് ലൈൻ വരുന്നതിനെതിരെ, NH66 വരുന്നതിനെതിരെ, വിഴിഞ്ഞത്തിനെതിരെ. വിഴിഞ്ഞം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കടൽ കൊള്ളയെന്ന് പറഞ്ഞ ആൾക്കാരാണ് അദാനിക്ക് കൊടുത്ത് അവിടെ ചെയ്തത്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഈ NH66 പദ്ധതിക്ക് വേണ്ട മണ്ണ്, കല്ല്, നിങ്ങളൊന്ന് ആലോചിച്ചോളാം. എൻ്റെ പഞ്ചായത്ത്, ഞാൻ പേഴ്സണലായിട്ട് പറയാൻ പറ്റും വളരെ ഓപ്പണായിട്ട്, എൻ്റെ പഞ്ചായത്തിൽ ഈ ഇവിടെ പാറക്കോറികൾക്കെതിരെ സമരം നടത്തിയാണ് ഇവിടെ ഭരിക്കുന്നത് ഇവിടെ കേരളം ഭരിക്കുന്ന പാർട്ടി തന്നെയാണ്. അവരിവിടെ നടത്തുന്നത് കാര്യം എന്ന് പറയുന്നത് ഇവിടെ പാറക്കോറികൾ നല്ല രീതിയിൽ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര തവണ കളക്ടറേറ്റ് പരാതി കൊടുത്തു, ആകെ പരാതി കൊടുത്തു, ഒരു കാര്യമില്ല. അവർ നല്ല രീതിയിൽ എക്സ്ട്രാ ഒരുപാട് ഊറ്റിയും കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല. ഇതേ സമയം ഇവർ ഒപ്പോസിഷൻ ആണെങ്കിൽ എന്ത് പറ്റും? ഇവിടെ പാറക്കോറികളെ തിച്ചലാവും, മണ്ണെടുക്കാൻ പറ്റത്തില്ല, ഒരു കാര്യം നടക്കത്തില്ല. ഈ NH66 എന്ന് പറഞ്ഞാൽ വെറും സ്വപ്നമാവും. നമ്മുടെ തിരുവനന്തപുരം മെട്രോ തിരുവനന്തപുരം മെട്രോ ഒക്കെ അന്ന് 2000 കോവിഡിന്റെ ആ സമയത്താണ് ഈ ശ്രീധരൻ സാറ് പറയുന്നത് കൊണ്ടുവരാം, ഓഫീസ് തുറങ്ങുന്നതല്ല. പക്ഷേ ഈ ശ്രീധരൻ സാറിന് ഒരിക്കലും കൊടുക്കത്തില്ല ഇവർ. കാരണം 10 പൈസ കമ്മീഷൻ കൊടുത്തില്ല സാറ്. കൊച്ചി മെട്രോയ്ക്ക് എനിക്കറിയാം ഏകദേശം ഒരു 600 കോടി രൂപ തിരിച്ച് ഗവൺമെന്റ് ഏൽപ്പിച്ച ഒരു കമ്പനിയാണ് അവരുടെ എന്ന് പറയുന്നത് ശ്രീധരൻ സാറിന്റെ. ഡൽഹി മെട്രോ കോർപ്പറേഷൻ, അവരെന്തോ ഒരു വലിയൊരു കമ്പനി ഉണ്ട്, അവരാണ് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട. സോ അവരെ ഓടിച്ചു വിട്ടു ട്രിവാൻഡ്രത്ത്. കാരണം അവർ വന്നു കഴിഞ്ഞാൽ ക്യാഷ് കിട്ടത്തില്ല, കമ്മീഷൻ കിട്ടത്തില്ല, 100% അവർക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട്. പക്ഷേ ഇപ്പൊ അവർ പറയുന്നത് തിരുവനന്തപുരത്ത് മെട്രോ വരുന്നു, അത് വരുന്നു, മറ്റത് വരുന്നു. 100% ഞാൻ പറയാം ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതിയൊരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷണറി ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. എല്ലാം മെയിൻ പ്രശ്നം വെച്ചാൽ സാമ്പത്തികമാണ്. നമുക്കൊരു 1000 രൂപ നമ്മളെ കയ്യിൽ എടുക്കാനില്ലാതെ നമ്മളൊരു 3000 രൂപ മന്ത്ലി കടമെടുത്ത് ജീവിക്കുന്ന സമയത്തോളം നമുക്ക് വിഷൻ ഇല്ല. നമ്മളെ സമയത്തോളം ആ കടം എങ്ങനെ വീട്ടാൻ നോക്കാന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ നടക്കുന്ന വെച്ചാൽ ആ കടം വീട്ടുകയല്ല ചെയ്യുന്നത്, കടം ഇരട്ടിയാക്കുക, എങ്ങനെ ഇവിടെ നാട് നശിപ്പിക്കാന്ന്. ഇപ്പൊ ഏറ്റവും അവസാനത്തെ ബഡ്ജറ്റ് വന്നതിൽ ഏകദേശം ഒരു 10-100 കോടി രൂപ എടുത്തേക്കുന്നത് കാറ് മേടിക്കാനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കാറ് മേടിക്കാൻ. ഒരു റോൾ മോഡൽ, മാതൃകാപരമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇവിടുത്തെ ഒരു മുഖ്യമന്ത്രി, നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, ഒരു 3.5 കോടി ജനങ്ങളുള്ള വളരെ ചെറിയ ഒരു സ്റ്റേറ്റ് ഇന്ത്യയിലെ. കമ്പയറേറ്റീവ്ലി ചെറിയ സ്റ്റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല, കമ്പയറേറ്റീവ്ലി ഒരു ചെറിയ സ്റ്റേറ്റ്. അപ്പോൾ ആ സ്റ്റേറ്റിൽ ഈ ഇത്രയും വലിയ ആഡംബരമായ കാറുകളും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിപ്പോൾ വളരെ എന്താ പറയുക, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന് പറയുമ്പോൾ ഒരു
യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ പല പ്രസിഡന്റുമാരും ബസ്സിലും നടന്നൊക്കെ പോകുന്നതാണ്. നമുക്ക് ഇവരെ ആരെങ്കിലും അങ്ങനെ കാണാൻ പറ്റും? ഇവർക്ക് എന്തെങ്കിലും ഭീഷണി ഉണ്ടോ? വലിയൊരു ചോദ്യമാണ് സത്യം പറഞ്ഞാൽ. സോ ഒന്നുമില്ല, പക്ഷേ ഇവരാരും ചെയ്യത്തില്ല. അപ്പം ഇത്തരത്തിൽ കാശ് നശിപ്പിക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഏറ്റവും ഉദാഹരണം ഞാൻ പറഞ്ഞത് ഏറ്റവും അവസാനത്തെ, നമുക്കിവിടെ റവന്യൂ ഇല്ല എന്ന് പറയാം. നമുക്ക് ഇവിടെ ബിസിനസ് ചെയ്യേണ്ട, പക്ഷേ ഇവിടെ ഉള്ളത് വെച്ച് മാക്സിമം എടുക്കാൻ പറ്റത്തില്ലേ? ഇത് ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ ബസ് സ്റ്റോപ്പുകൾ, ഇപ്പം എൻ്റെ പഞ്ചായത്തിനകത്ത് ഞാൻ നിൽക്കുന്ന ബസ് സ്റ്റോപ്പ് ഒരു 10 എണ്ണം ഉണ്ട്. ആ 10 എണ്ണത്തിലും ഇവിടുത്തെ മുഖ്യമന്ത്രി, ഇവിടുത്തെ അന്ന് വന്ന ഒരു മന്ത്രിയുടെ ഫോട്ടോ വെച്ചിട്ട് പിന്നെ MLA യുടെ ഫോട്ടോ വെച്ചിട്ടിരിക്കുകയാണ്. ആ ഭാഗം നമ്മൾ അഡ്വർടൈസ്മെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ എന്തോരം വരുമാനമാവും? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അങ്ങനെ എന്തോരം കാര്യം വെച്ചാൽ ഞാൻ ഈ പറഞ്ഞത് നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് ഒഡീസയിൽ ഞാൻ ഭുവനേശ്വർ ഇടയ്ക്ക് പോയിരുന്നു 2018. അപ്പോൾ അന്ന് കണ്ടതാണ് ഒരു വലിയ ബസ് സ്റ്റോപ്പ്, അതിൻ്റെ ഒരു പാതി ഫുള്ള് അഡ്വർടൈസ്മെന്റ് കൊടുത്തേക്കുന്നു. ഒരു സൈഡിൽ അവരുടെ ബസ് റൂട്ട്, ഏതൊക്കെ ബസ് ഏതൊക്കെ സമയത്ത് വരുന്നു എന്ന രീതിയിലുള്ള ഒരു ബസ് റൂട്ട്, പിന്നെ ആ ഒരു സിറ്റിയുടെ ഒരു മാപ്പ്, ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് പോകാന്നുള്ള കാര്യങ്ങൾ. സോ ഇത്തരത്തിൽ ഒരു ബസ് സ്റ്റോപ്പ് നിങ്ങൾക്ക് വർക്കലയിലോ ട്രിവാൻഡ്രത്തോ കാണിച്ചു തരാൻ പറ്റുമോ? കാരണം വിഷൻ ഇല്ല, ഇവർക്ക് ഒരു താല്പര്യമില്ല ഇത് ചെയ്യാൻ. എന്തെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ നടക്കത്തുള്ളൂ. സോ ഓവറോൾ ഞാനൊരു കാര്യം പറയാം, എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് ഇനി 5 വർഷം ഈ ഗവൺമെൻറ് ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ നല്ലതുപോലെ അനുഭവിക്കും. അതുകൊണ്ട് എൻ്റെ വോട്ട് കമ്മ്യൂണിസ്റ്റിന്. കാരണം അവർ ഭരിച്ചാൽ മാത്രമേ സെൻട്രൽ വരുന്ന വലിയ വലിയ പ്രോജക്റ്റുകളൊക്കെ നമുക്ക് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും നടക്കത്തില്ല. അവർ ഒപ്പോസിഷനാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ പവർ എന്ന് പറഞ്ഞാൽ നല്ല പവറുണ്ട്. അപ്പം പവർ എന്ന് വെച്ചാൽ മാൻ പവർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഏതൊരു യൂണിയൻകാരാണെങ്കിലും അതിപ്പം ഏറ്റവും താഴെയുള്ള CIT തൊട്ട് ഏറ്റവും വലിയ ഒരു ഓഫീസിലുള്ള ആൾക്കാർക്ക് വരെ അവർക്ക് വലിയൊരു യൂണിയൻ, ഒരു മാൻ പവർ ഉണ്ട്. അത് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അവർക്ക് 5 വർഷം വോട്ട് ചെയ്യുക. ആ വോട്ട് ചെയ്യുന്നതിലൂടെ കേരളം നല്ല രീതിയിൽ അങ്ങ് മുടിയും. ഞാൻ ഓപ്പണായിട്ട് പറയണം, നല്ല രീതിയിൽ അങ്ങ് മുടിയും. അതോടുകൂടി പൊതുജനങ്ങളെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, സഹിക്കെട്ട് ഇറങ്ങും. അതോടുകൂടി കേരളത്തിൽ നല്ലൊരു പുതിയൊരു ഭരണ സംവിധാനം വരും. അതല്ല ഈ അടുത്ത തവണ ഇവർ മാറി കോൺഗ്രസ് ആണ് വരുന്നത് വെച്ചോ, കോൺഗ്രസ് ഫുൾ അഴിമതിയായിരിക്കും. അവർക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല, ഫുൾ അഴിമതിയായി. അതിന് കോൺഗ്രസിൽ വളരെ കുറച്ച് നല്ല ആൾക്കാരേ ഉള്ളൂ. ഷാഫി പറമ്പിൽ, അല്ലെങ്കിൽ വേറൊരാൾ, ഇപ്പം ശശി തരൂർ, ഷാഫി പറമ്പിൽ, അങ്ങനെ കുറച്ച് പേര്, MP പ്രേമേന്ദ്രൻ MP, അങ്ങനെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും വിഷണറി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ. ബാക്കിയെല്ലാം എന്താ പറയുക, വെറുതെ വെള്ളമായിട്ട് നടക്കുന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എനിക്ക് തോന്നാറില്ല. പേഴ്സണലി ഞാൻ പറയുകയാണ്. പിന്നെ BJP വന്നാൽ എനിക്കറിയത്തില്ല, ഈ സമയത്ത് BJP വന്നിട്ട് കേരളത്തിൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് കമ്മ്യൂണിസ്റ്റ് ഒരു തവണ വരുന്നതാണ്. അതോടുകൂടി ആ പാർട്ടിയും നശിക്കും, കേരളവും രക്ഷപ്പെടും. അത്രേ പറയാനുള്ളൂ. ഇന്നലത്തെ എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയുകയാണ്. ഇപ്പോൾ ഞാനായിട്ട് പറഞ്ഞല്ലോ, ഒരുപാട് പേരിൽ നിന്ന് സംസാരിച്ചിട്ട് എനിക്ക് മനസ്സിലായതാണ്. അപ്പോൾ എൻ്റെ വോട്ട് കമ്മ്യൂണിസ്റ്റിന്. ദാറ്റ്സ് ഇറ്റ്.